LDF യോഗം ചേരുക, അതിൽ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുക, ഇതിൽ സർക്കാരിനും ഒപ്പം തന്നെ CPIക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കേരളത്തിൽ NEP നടപ്പിലാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ആ ആശങ്ക ദൂരീകരിക്കാനുള്ള ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് അതിൽ വിശദമായി ചർച്ച നടത്തുക, അതിൽ എല്ലാ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി വിശദമായ ചർച്ച നടത്തുക, ഏതൊക്കെ തരത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ പറ്റിയുള്ള ഒരു ആലോചന, ഒരു പഠനം ഒക്കെ ആ കമ്മിറ്റി നടത്തുക എന്നുള്ള തീരുമാനമാണ്. അങ്ങനെ LDF യോഗം ചേരുകയും സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ഒപ്പം തന്നെ നിലവിൽ PM ശ്രീ പദ്ധതി ഒപ്പിട്ടെങ്കിലും അതുമായി മുന്നോട്ട് പോകില്ല എന്ന കാര്യം കൂടി CPI ബോധ്യപ്പെടുത്താനുള്ള നീക്കമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുക. അക്കാര്യം ഇപ്പോൾ തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ ബിനോയ് വിശ്വം തന്നെ അക്കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും നേരത്തെ P സന്തോഷ് കുമാർ ഉൾപ്പെടെ പറഞ്ഞത് നല്ല വാർത്ത വരുമെന്നാണ്. ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന ഘട്ടത്തിൽ തന്നെ ബിനോയ് വിശ്വവുമായി ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ CPM തീരുമാനിച്ചിരിക്കുന്ന ഫോർമുല അവരെ അറിയിച്ചിട്ടുണ്ട്. അതായിരിക്കും ബിനോയ് വിശ്വം എന്തായാലും യോഗത്തിൽ വിശദീകരിക്കുക. അത് അംഗീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും സാധ്യത. ഒരു ഘട്ടത്തിലും LDF വിടുന്ന നടപടിയിലേക്ക് ഒന്നും കടക്കാൻ CPI ആലോചിച്ചിട്ടില്ല. അങ്ങനെയൊരു നിലപാട് CPI എടുത്തിട്ടില്ല. കടുത്ത നടപടി എന്ന് പറയുമ്പോൾ അത് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ അത്തരം കടുത്ത നടപടികളിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന തീരുമാനമാണ് നിലവിൽ CPI എടുക്കാൻ പോകുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയത്. CPI ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ തനിക്ക് കഴിയും എന്നുള്ളതാണ്. ആ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഫോർമുല രൂപീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അക്കാര്യങ്ങൾ വിശദമായി CPM സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫോർമുല എന്നുള്ള നിലയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ LDF യോഗം ചേരാനും അതിനു മുമ്പ് ഈ പാർട്ടികളുമായി LDFിലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. LDF കൺവീനറായിരിക്കും ആ ആശയവിനിമയം നടത്തുക. അല്ലാതെ CPIയുമായും ഇടഞ്ഞു നിൽക്കുന്ന RJD ഉൾപ്പെടെയുള്ള പാർട്ടികളുമായും ഒക്കെ CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തന്നെ നേരിട്ട് ചർച്ച നടത്തും. ഒപ്പം തന്നെ ഇനിയുള്ള തീരുമാനങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ, ഈ സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾക്ക് ആവശ്യമായ തീരുമാനങ്ങൾ, അത് കൂടിയാലോചനയുടെ മാത്രമേ നടത്തൂ എന്ന ഉറപ്പും CPIക്ക് മുഖ്യമന്ത്രി നൽകാനാണ് സാധ്യത. അങ്ങനെ ആ ഉറപ്പിലും ഒപ്പം തന്നെ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല, തൽക്കാലം അത് മരവിപ്പിക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ CPI അറിയിക്കുന്നതോടുകൂടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഫയലുകളും നീക്കില്ല എന്ന ഉറപ്പ് CPIക്ക് നൽകുന്നതോടുകൂടി CPI വിഷയത്തിൽ അയയും എന്ന പ്രതീക്ഷയിലാണ് നിലവിൽ CPM ഉള്ളത്. അജിംസ്. ജോസി ബാബു കൂടി ചേരുന്നു ആലപ്പുഴയിൽ. ജോസി, സംസ്ഥാന എക്സിക്യൂട്ടീവ് തുടങ്ങിയോ CPIയുടെ? അജിംസ്, അല്പം മുമ്പ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിലെ CPI പാർട്ടി ഓഫീസിൽ ആരംഭിച്ചു. അതിനു മുമ്പായി നേതാക്കൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇതിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയതിനു ശേഷമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് എത്തിയത്. എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് പങ്കെടുക്കുന്നതിനെത്തിയ നേതാക്കളോട് പ്രതികരണം തേടിയപ്പോൾ ഈ യോഗത്തിന് ശേഷം, ചർച്ചയ്ക്ക് ശേഷം മറുപടി നൽകാമെന്നുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ 10 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നേതാക്കളേക്ക് എത്തിയപ്പോഴേക്കും 11:30 കഴിഞ്ഞു. അല്പം മുമ്പാണ് യോഗം ആരംഭിച്ചതെങ്കിലും വിശദമായി PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും CPIയുടെ ആശങ്കകളുമൊക്കെയും ചർച്ചയാകുമെന്ന് തന്നെ ഉറപ്പാണ്. അക്കാര്യങ്ങൾ നേതാക്കൾ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് വിശദമായി ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള കോള് ബിനോയ് വിശ്വത്തിന് ലഭിച്ചത്. സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബിനോയ് വിശ്വവുമായി ഫോണിൽ വിളിക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. എന്തായാലും 3:30 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ തന്നെ ആയിരിക്കും ചർച്ച നടക്കുക. മുഖ്യമന്ത്രി ആലപ്പുഴയിലേക്ക് എത്തുന്നുണ്ട്. 5 മണിക്കാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും പങ്കെടുക്കുന്ന പൊതുപരിപാടി നടക്കുന്നത്. CPMഉം CPIയും ചേർന്ന് നടത്തുന്ന പുന്നപ്പുറ വയലാർ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ വാരാചരണത്തിന്റെ സമാപന സമ്മേളനം വയലാറിലാണ് നടക്കുക. ഈ സമ്മേളനത്തിനായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നെത്തും. അപ്പോൾ 3 മണിക്ക് കൂടിക്കാഴ്ച നടത്താമെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 മണി അല്ലെങ്കിൽ അല്പം മുന്നോട്ട് പോയാലും സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി എത്തുന്ന മുറയ്ക്ക് 3 മണിയോടുകൂടി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരിക്കും ഈ ചർച്ച. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഫോൺ കോളിൽ തന്നെ മഞ്ഞുരുകി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കടുത്ത നിലപാടിലേക്ക് എക്സിക്യൂട്ടീവിൽ പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ മന്ത്രിമാര് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPI നീങ്ങുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു, പ്രതികരണങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോൺ കോളിൽ അനുനയം അല്ലെങ്കിൽ മഞ്ഞുരുകലിന് കാരണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ വിജയൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ആശയവിനിമയത്തിൽ പൂർണ്ണമായും ഇതിലൊരു പ്രശ്നപരിഹാരം രമ്യതയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് CPM നേതൃത്വം പങ്കുവെക്കുന്നത്. എന്തായാലും കടുത്ത അതൃപ്തിയുണ്ട് CPIക്ക്. മുന്നണി മര്യാദകൾ പൂർണ്ണമായും ലംഘിച്ചാണ് ഇത്തരത്തിൽ PMCയിൽ സർക്കാർ ഒപ്പിട്ടത്. യാതൊരു കൂടിയാലോചനകളും ഉണ്ടായില്ല.
CPI മന്ത്രിയെയും CPIയും പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി കളിപ്പാവുകളാക്കി CPM നേതൃത്വം PM ശ്രീയിൽ ഒപ്പിട്ടു. പ്രത്യേകിച്ച് CPI സംസ്ഥാന സമ്മേളനം നടന്ന ആലപ്പുഴയിലെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിൽ PM ശ്രീയിൽ ഒപ്പിടരുതെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങളുണ്ടായിരുന്നു. അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചതും. ഇതുതന്നെയാണ് CPI ചൊടിപ്പിച്ചതും CPI കടുത്ത പ്രതികരണങ്ങളിലേക്ക് പോയതും. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഫോൺ കോളിൽ കാര്യങ്ങൾ അല്പം അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ CPIയുടെ ഇപ്പോഴും തുടരുകയാണ്.